ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ട്രേഡ് താരിഫ് വിപണിയുടെ ഗതിയെ നിയന്ത്രിക്കുമ്പോൾ സെല്ലിംഗ് പ്രഷറിന് അല്പം പോലും ആശ്വാസം ലഭിക്കുന്നില്ല. 2013 ഓഗസ്റ്റിലായിരുന്നു ഇതിനു മുൻപ് തുടർച്ചയായ 6 ആഴ്ചകളിൽ നിഫ്റ്റി നഷ്ടം രേഖപ്പെടുത്തിയത്. 12 വർഷത്തിനു ശേഷമുള്ള വിപണിയുടെ ഈ ഇടിവ് നിക്ഷേപകരെയും മുൾമുനയിൽ നിർത്തുകയാണ്. താരിഫിന്മേലുണ്ടാകുന്ന നടപടികളെ നേരിടാൻ രാജ്യം തയ്യാറാണെന്നും കർഷക താൽപര്യം സംരക്ഷിക്കാനുള്ള സർക്കാർ നിലപാടുമെല്ലാം വിപണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വ്യാപാര കരാറിൽ അന്തിമ തീരുമാനം എങ്ങനെയാകുമെന്ന ആശങ്ക തന്നെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്. കൂടാതെ പ്രതീക്ഷകൾക്കൊത്തുയരാത്ത കമ്പനികളുടെ ഏർണിംഗ് നമ്പേഴ്സും തുടരുന്ന FII സെല്ലിംഗുമെല്ലാം ബയേഴ്സിന്റെ ആധിപത്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിലൊക്കെ ഉപരിയായി പ്രതീക്ഷകൾക്കനുസൃതമായ RBIയുടെ സ്റ്റാറ്റസ് കോ നിലപാടും ഈ സാമ്പത്തിക വർഷത്തിൽ താരിഫിന്റെ ആഘാതം സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കില്ല എന്ന നിഗമനവും നിലനിൽക്കുന്നുണ്ടെങ്കിലും വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ പണപ്പെരുപ്പം ടാർഗറ്റ് നിലയെ മറികടക്കുമെന്ന അനുമാനം ഹോക്കിഷ് നിലപാടായാണ് വിപണി വിലയിരുത്തിയത്. ഇതും വിപണിയിൽ ബയേഴ്സിന് കരുത്തു പകർന്നു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ 0.82% ഇടിവാണ് നിഫ്റ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1% കൂടുതൽ ഇടിവ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലും കണ്ടു. സൂചികകളിൽ ഏറ്റവും അധികം ഇടിവിലേക്ക് നീങ്ങിയത് 2.5% ഇടിവ് നേരിട്ടുകൊണ്ട് ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളാണ്. 2.45% ഇടിവ് റിയൽറ്റി മേഖലയിലുണ്ടായി. 2.31% ഇടിവാണ് FMCG റിപ്പോർട്ട് ചെയ്തത്. സൂചികകളിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് PSU ബാങ്ക് ആണ്. 1.59% മുന്നേറ്റം സൂചിക റിപ്പോർട്ട് ചെയ്തു. 1.13% നേട്ടം മീഡിയ ഇൻഡെക്സും നൽകിയപ്പോൾ മെറ്റൽ, ഓട്ടോ സൂചികകളും വീക്കിലി പെർഫോമൻസിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ അവസാനിച്ചു. അമേരിക്കൻ കമ്പനികൾ മികച്ച പാദഫലം പുറത്തുവിടുന്നത് തുടർന്നപ്പോൾ സൂചികകളിലും ആ മുന്നേറ്റം പ്രതിഫലിച്ചു. ഒപ്പം സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് മേൽ 100% നികുതി ചുമത്തുമെന്നും പല രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന നികുതിയിലെ അവ്യക്തതകളും കാര്യമായി സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല, വാരാന്ത്യത്തിൽ പല സൂചികകളും റെക്കോർഡ് തലത്തിലേക്കാണ് കുതിച്ചത്. വീക്കിലി ബേസിസിൽ ഡൗ ജോൺസ് 1.35% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 പുതിയ റെക്കോർഡ് ഹൈയിലേക്കാണ് ഉയർന്നത്. നേട്ടം 3.73%. S&P 500 സൂചിക 2.43% മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഓഗസ്റ്റ് 12 വരുന്ന CPI കോർ CPI ഡാറ്റകളായിരിക്കും US-ൽ ആദ്യം നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റുക. മന്ത് ഓൺ മന്ത് ബേസിസിലും ഇയർ ഓൺ ഇയർ ബേസിസിലും പണപ്പെരുപ്പത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 14 PPI കോർ PPI കണക്കുകൾ കൂടി വരുന്നതോടെ ഉൽപാദകരുടെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പത്തെ സംബന്ധിച്ച ഒരു ധാരണ വിപണിക്ക് ലഭ്യമാകും. PPI കണക്കുകളിലും നേരിയ വർധനവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും വരും. തുടർന്ന് ഓഗസ്റ്റ് 15 റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് കണക്കുകളും പ്രസിദ്ധീകരിക്കും. നേരിയ ഒരു ഇടിവ് ഈ ഡാറ്റകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള അനുമാനം. അന്ന് തന്നെ എത്തുന്ന അമേരിക്കയുടെ വ്യാവസായിക ഉൽപാദന കണക്കുകളും നിക്ഷേപകരുടെ റഡാറിലേക്ക് എത്തിയേക്കാം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചതും സമ്മിശ്രമായ PMI കണക്കുകളുമായിരുന്നു കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ സൂചികകൾക്ക് നിർണായകമായത്. എന്നാൽ പല സൂചികകളും വീക്ക്ലി ബേസിസിൽ മികച്ച മുന്നേറ്റവും നടത്തിയിട്ടുണ്ട്. ഡാക്സ് 3.15% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ക്യാപ് 40 2.59% നേട്ടം കാഴ്ചവെച്ചു. അതേസമയം FTSE 100 സൂചിക വളരെ ഫ്ലാറ്റായി -0.8% എന്ന നിലയിലും ക്ലോസ് ചെയ്തു. ഡേറ്റകളിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 12 എത്തുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ നിരക്കുകളാണ് ഇതിൽ ആദ്യം. തുടർന്ന് ഓഗസ്റ്റ് 13 ജർമ്മനിയുടെ CPI ഡാറ്റകളും അറിയാൻ സാധിക്കും. മന്ത് ഓൺ മന്ത് ബേസിസിൽ നേരിയ വർധനവുണ്ടായാലും ഇയർ ഓൺ ഇയർ ബേസിസിൽ സ്റ്റേബിളായി CPI തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 14 ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ സെക്കൻഡ് ക്വാർട്ടർ GDP കണക്കുകൾ കൂടി എത്തുന്നതോടെ യൂറോപ്യൻ ഇക്കണോമിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ചിത്രം കൂടുതൽ വ്യക്തമാകും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന ഫ്രാൻസിന്റെ CPI കണക്കുകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളായിരുന്നു പോയ വാരം ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികളെ പ്രധാനമായും സ്വാധീനിച്ചത്. അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഓഗസ്റ്റ് 14 വരുന്ന ചൈനയുടെ വ്യാവസായിക ഉൽപാദന ഡാറ്റ, തൊഴിലില്ലായ്മ ഡാറ്റ എന്നിവയായിരിക്കും ആദ്യം വിപണി ശ്രദ്ധ പിടിച്ചുപറ്റുക. താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രകടനം തീർച്ചയായും നിക്ഷേപകരുടെ ഫോക്കസിലേക്ക് എത്തും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന ജപ്പാന്റെ GDP ഡാറ്റകളും ഓഗസ്റ്റിന് വരുന്ന വ്യാവസായിക ഉൽപാദന ഡാറ്റകളും വിപണികൾക്ക് നിർണായകമായേക്കാം. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഇടിവാണ് കണ്ടത്.
ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 4.82% ഇടിവോടെ ബാരലിന് $65.74 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 5.9% നേട്ടത്തിൽ ബാരലിന് $62.52 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US റഷ്യ നയതന്ത്ര ചർച്ചകൾ നടക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നതാണ് ക്രൂഡ് വിലയിൽ ഇടിവുണ്ടാകാനുള്ള പ്രധാന കാരണം. ഈ ചർച്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു അവസാനമായേക്കാം എന്ന ശുഭപ്രതീക്ഷയാണ് ക്രൂഡ് വിലയെ താഴോട്ട് വലിച്ചത്. ഇത് നടപ്പാവുകയാണെങ്കിൽ ചെങ്കടൽ വഴിയുള്ള എണ്ണ നീക്കം സുഗമമാകും എന്നതാണ് എണ്ണവിലയെ പ്രധാനമായും സ്വാധീനിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് കടന്നാൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $64.77 തുടർന്ന് $63.65 അപ്സൈഡിലേക്ക് കടക്കുകയാണെങ്കിൽ $70.54 റെസിസ്റ്റൻസ്. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $71.61 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $61.87 തുടർന്ന് $60.06 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $67.67 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ 69.01 എന്ന നിലയിലും അടുത്ത സപ്പോർട്ടായി ആക്ട് ചെയ്യും. സ്വർണത്തിലേക്ക് കടന്നാൽ സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.07% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് $3,398.57 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള ഓഹരി വിപണികളിലെ സെന്റിമെന്റ് മെച്ചപ്പെട്ടതും ഡോളർ കൂടുതൽ കരുത്താർജിച്ചതുമാണ് $3,400 എന്ന ലെവൽ മറികടക്കാൻ സാധിക്കാതെ സ്വർണം പെർഫോം ചെയ്യാൻ കാരണം. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3,387 തുടർന്ന് $3,370 റെസിസ്റ്റൻസിലേക്ക് വന്നാൽ 3,402 എന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും തുടർന്ന് $3,432 ലെവലും അടുത്ത റെസിസ്റ്റൻസ് മേഖലകളായി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. വാരാന്ത്യത്തിൽ USD/INR 0.26% ഉയർന്ന് 87.44 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡിലേക്ക് കടന്നാൽ 87.61 എന്ന ലെവൽ വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്യും. തുടർന്ന് $87.99 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാം. റെസിസ്റ്റൻസിലേക്ക് വന്നാൽ $87.19 എന്ന ലെവലും തുടർന്ന് $86.53 എന്ന ലെവലും അടുത്ത പ്രധാന റെസിസ്റ്റൻസ് മേഖലകളായി ആക്ട് ചെയ്യും. പോയ വാരം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIIകൾ 10,652.47 കോടിയുടെ വിൽപ്പന നടത്തിയപ്പോൾ DIകൾ 33,608.66 കോടിയുടെ വാങ്ങലും നടത്തി. കഴിഞ്ഞ വാരം വിപണിക്ക് നിർണായകമായത് ഓഗസ്റ്റ് 6-നെത്തിയ RBIയുടെ MPC യോഗ തീരുമാനങ്ങളായിരുന്നു. റിപ്പോ നിരക്ക് 5.5% മാറ്റമില്ലാതെ തുടർന്നു. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.5% നിലനിർത്തുകയും ചെയ്തു. ഓഗസ്റ്റ് 5-ന് S&P ഗ്ലോബൽ സർവീസസ് PMI 60.5 പോയ വാരം റിപ്പോർട്ട് ചെയ്തു. മുൻമാസത്തെ 60.4 നിന്നും 59.8 രേഖപ്പെടുത്തുമെന്നായിരുന്നു അനുമാനങ്ങൾ. കൂടാതെ അന്ന് തന്നെയാണ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI കണക്കുകളും എത്തിയത്. ജൂലൈയിലെ 60.7 നിന്നും 61.1 ഇത്തവണ കണക്കുകൾ വന്നത്. ഇനി വരുന്ന വാരത്തിൽ വിപണിക്ക് ഏറ്റവും നിർണായകമാവുക ഓഗസ്റ്റ് 12-നെത്തുന്ന CPI കണക്കുകളും 13-ാം തീയതി റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന WPI കണക്കുകളും തന്നെയാണ്. ജൂണിലെ 2.1% നിന്നും CPI 1.7% എത്തുമെന്നാണ് അനുമാനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 ആഭ്യന്തര വിപണി അവധിയിലായിരിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡേറ്റ ഓഗസ്റ്റ് 15-ാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $9.3 ബില്യൺ ഇടിഞ്ഞ് $688 ബില്യൺ DLF, ഭാരതി എയർടെൽ, അദാനി പോർട്സ്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോർപ്പ്, LIC, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, SBI, ടാറ്റ മോട്ടോഴ്സ് എന്നീ കമ്പനികളുടെ ഏർണിംഗ് നമ്പേഴ്സ് ആണ് ഈ ആഴ്ച വിപണി ശ്രദ്ധയാകർഷിച്ചത്. ലാഭം 18.1% ഉയർച്ച രേഖപ്പെടുത്തിയ റിസൾട്ടായിരുന്നു DLF പുറത്തുവിട്ടത്. ഭാരതി എയർടെല്ലിലേക്ക് വരുമ്പോൾ ലാഭത്തിൽ 43% കുതിപ്പ് ഇത്തവണ കണ്ടു. കൂടാതെ വരുമാനം 28.5% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. വരുമാനത്തിലും അറ്റാദായത്തിലും ഉയർച്ചയാണ് ബജാജ് ഓട്ടോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. LICയിലേക്ക് വന്നാൽ ലാഭത്തിലും വരുമാനത്തിലും ഒക്കെ തന്നെ 4% ഉയർച്ചയാണ് ആദ്യപാദത്തിൽ കണ്ടത്. ബാങ്കിംഗ് മേഖലയിലെ പ്രധാന കമ്പനിയായ SBIയുടെ റിസൾട്ടിൽ പ്രോഫിറ്റബിലിറ്റി വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിച്ചുവെങ്കിലും കോർ ഇൻകത്തിൽ പ്രതീക്ഷിച്ചതിലും കുറവായ ഒരു കണക്കാണ് കണ്ടത്. നെറ്റ് പ്രോഫിറ്റിൽ 30% കുറവ് ടാറ്റ മോട്ടോഴ്സും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രശ്നങ്ങൾ JLR സെഗ്മെന്റിൽ നിന്നുള്ള വരുമാനത്തിൽ 9% ഇടിവും രേഖപ്പെടുത്തി.
വരുന്ന വാരത്തിൽ നിർണായകമായ ഒരുപിടി കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകളാണ് വിപണി ശ്രദ്ധയാകർഷിക്കുക. 11-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രമുഖർ ആസ്ട്രൽ ലിമിറ്റഡ്, SJVN, BEML, ബാറ്റ ഇന്ത്യ, ജയം ഫിനാൻഷ്യൽസ് എന്നിവയാണ്. ആദ്യപാദത്തിൽ NBFC സ്ഥാപനമായ ജയം ഫിനാൻഷ്യൽ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിപണി എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14%. ഇത്തവണ ROE നേരിയ ഇടിവിൽ 13% രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12-ാം തീയതി റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ONGC, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ജിൻഡാൽ സ്റ്റീൽസ് ആൻഡ് പവർ, RBNL, MRF, ഭാരത് ഡൈനാമിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നീ കമ്പനികളാണ്. മഹാരത്ന PSU കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ റിസൾട്ടുകൾ എങ്ങനെയായിരിക്കുമെന്നാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ഡിഫൻസ് മേഖലയിലേക്കുള്ള കൂടുതൽ അലോക്കേഷനും വർദ്ധിച്ചുവരുന്ന ഓർഡർ ഇൻഫ്ലോയും ഒക്കെ തന്നെ കമ്പനിയുടെ റിസൾട്ടുകളെ സ്വാധീനിച്ചാൽ ഓഹരികളിലും അത് പ്രതിഫലിക്കും. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോൺട്രാസ്റ്റിംഗ് ട്രെൻഡ് കാണിക്കാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. വീക്ക് ബേസ് മെറ്റൽ പ്രൈസ്, എക്സ്പോർട്ട് പ്രഷർ, എയർലി മൺസൂൺ, ട്രേഡ് ടെൻഷൻസ് കൂടാതെ താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥകളും റിസൾട്ടിനെ സ്വാധീനിക്കും എന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പാദത്തിൽ സ്ട്രോങ് ആയ ഒരു പാദഫലം പുറത്തുവിട്ട MRF-ൽ നിന്നും ഇത്തവണയും അത്തരത്തിലുള്ള ഒരു റിസൾട്ട് ആകുമോ എന്നതായിരിക്കും വിപണി ഉറ്റുനോക്കുക. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, മുത്തൂറ്റ് ഫിനാൻസ്, IRCTC, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് 13-ാം തീയതി എത്തുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അശോക് ലൈലൻഡ്, ഗ്ലെൻമാർക്ക് ഫാർമ, അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി എന്നീ കമ്പനികളാണ് 14-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഹെഡ്വിൻസ് ഉള്ള ഒരു ക്വാർട്ടറാണ് കടന്നു പോകുന്നത്. വീക്ക് ഗ്ലോബൽ ഔട്ട്ലുക്ക്, ഉയരുന്ന കമോഡിറ്റി പ്രൈസ്, താരിഫ് അൺസർട്ടനിറ്റീസ് കൂടാതെ ചൈന കൊണ്ടുവന്ന റെയർ എർത്ത് മാഗ്നറ്റിന് മേലുള്ള നിയന്ത്രണം എന്നിവയെല്ലാം കാരണം മേഖല മ്യൂട്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അശോക് ലൈലൻഡിന്റെ റിസൾട്ടുകളിലും ഈ കാര്യങ്ങൾ പ്രതിഫലിച്ചേക്കാം. IPO മാർക്കറ്റിലേക്ക് വന്നാൽ വരുന്ന വാരം ഓഗസ്റ്റ് 14-ന് JSW സിമന്റ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2006-ൽ സ്ഥാപിതമായ കമ്പനി ഗ്രീൻ സിമന്റ് മാനുഫാക്ചറിംഗ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 139 രൂപ മുതൽ 147 രൂപ വരെയാണ്. ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച ഇഷ്യൂ അവസാനിക്കുന്നത് 11-ാം തീയതിയാണ്. ഇഷ്യൂവിലൂടെ 3600 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കുന്നത്. ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഓൾ ടൈം പ്ലാസ്റ്റിക് ലിമിറ്റഡ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. 1971-ൽ സ്ഥാപിതമായ കമ്പനി പ്ലാസ്റ്റിക് ഹൗസ്വെയർ പ്രോഡക്ട്സ് മാനുഫാക്ചറിംഗ് മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 260 രൂപ മുതൽ 275 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച ഇഷ്യൂ അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഓഗസ്റ്റ് 11-നാണ്. ഇഷ്യൂവിലൂടെ 400.6 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കുന്നത്. IPO മാർക്കറ്റിൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ആണ്. ഡയമണ്ട്, ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് സ്റ്റഡഡ് ജ്വല്ലറി നിർമ്മാണത്തിലും വിതരണത്തിലുമാണ് ഈ കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 11-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക 13-ാം തീയതിയാണ്. 492 രൂപ മുതൽ 517 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. റീഗൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന മറ്റൊരു കമ്പനി. 2012-ൽ സ്ഥാപിതമായ കമ്പനി ചോളവുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ് മാർക്കറ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 12-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക 14-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 96 രൂപ മുതൽ 102 രൂപ വരെയാണ്. കൂടാതെ ഓഗസ്റ്റ് 20-നായിരിക്കും റീഗൽ റിസോഴ്സസ് ലിസ്റ്റ് ചെയ്യപ്പെടുക. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും മാക്രോ എക്കണോമിക് പ്രശ്നങ്ങളും കാരണം ഇന്ത്യൻ വിപണി ടെക്നിക്കലി വീക്ക് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വീക്ക്ലി ബേസിസിൽ തുടർച്ചയായ 6-ാം തവണയാണ് നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തിയത്. ഏകദേശം 1% ഇടിവോടെയാണ് നിഫ്റ്റി ഡെയിലി, വീക്ക്ലി അടിസ്ഥാനത്തിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ അണ്ടർലൈങ് ട്രെൻഡ് നെഗറ്റീവായി തുടരുന്നുവെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. കൂടാതെ എല്ലാ മൂവിംഗ് ആവറേജുകളും ഇൻഡിക്കേറ്ററുകളും നെഗറ്റീവ് ബയസിലാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ 24,200 മുതൽ 24,000 എന്ന റേഞ്ചാണ് സപ്പോർട്ടായി പരിഗണിക്കേണ്ടത്. അപ്സൈഡിൽ 24,500 റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇൻ കേസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഒരു സെൽ ഓൺ റൈസ് ഓപ്പർച്യൂണിറ്റി വന്നേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നിഫ്റ്റി സൂചിക ഒരു റാലി നടത്താൻ ശ്രമിക്കുമ്പോഴും ഹയർ ലെവലുകളിൽ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ നേരിടുന്നുവെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. കൂടാതെ സൂചിക അതിന്റെ 20-ഡേ, 50-ഡേ, 100-ഡേ EMA യുടെ താഴെ ട്രേഡ് ചെയ്യുന്നത്
ബെയേഴ്സുകളുടെ ക്ലിയർ ഡോമിനൻസിന്റെ സൂചനയാണെന്നും അവർ പറയുന്നു. പല മേഖലകളിലെ വീക്ക് ക്വാർട്ടർലി ഏർണിംഗ് നമ്പേഴ്സും തുടർച്ചയായി ഉണ്ടാകുന്ന FII, FPI സെല്ലിംഗും ഇന്ത്യൻ ഇക്വിറ്റികളിൽ വീക്ക്നെസ് വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ടെക്നിക്കൽ സെറ്റപ്പിൽ ഓരോ ഹൈയിലും സെല്ലിംഗ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കോഷ്യസ് സ്റ്റാൻസ് സ്വീകരിക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഇവിടെ 24,200 മുതൽ 24,150 നിഫ്റ്റിയുടെ സപ്പോർട്ടായും 24,570 മുതൽ 24,600 റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ നെഗറ്റീവ് സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഡെയിലി ബേസിസിൽ 1%-ഓളവും വീക്ക്ലി ബേസിസിൽ 1%-ലധികവും ഇടിവോടെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. ചാർട്ടിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തതുകൊണ്ടും ഇൻഡിക്കേറ്ററുകൾ ബെയറിഷ് ടെറിറ്ററിയിൽ ഉള്ളതുകൊണ്ടും ട്രെൻഡിലെ വീക്ക്നെസ് തുടർന്നേക്കാമെന്നാണ് SBI സെക്യൂരിറ്റീസ് ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് ഹെഡായ സുദീപ് ഷാ പറയുന്നത്. ഇവിടെ 54,950 മുതൽ 54,850 ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടായും 55,700 മുതൽ 55,800 റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ട്രേഡ് താരിഫിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ നെഗറ്റിവിറ്റിയും ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞു. എങ്കിലും താരിഫിലെ ട്രംപിന്റെ പിടിവാശി അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ വിൽപ്പനാ സമ്മർദ്ദം കനക്കും. അഥവാ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായാലും അതൊരു ഷോർട്ട് കവറിംഗ് റാലിയായി മാത്രം തുടർന്നേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.